ഹായ് രായ. ഗുഡ് മോർണിംഗ് രായ. രായന് സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. എഞ്ചിനീയറിംഗ് കോളേജ് തകർക്കുന്ന രായന് എല്ലാവിധ ആശംസകളും. രായ, പിന്നെ ഞാനേ എൻ്റെ മാന്യത കൊണ്ട് ഞാൻ ഒരുത്തൻ്റെ പേര് പറഞ്ഞില്ല. ഒരുത്തൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല. അതെൻ്റെ മാന്യത കൊണ്ട്. ഇവൻ ഇന്നലെ എൻ്റെ ഒരു വീഡിയോൻ്റെ താഴെ വന്നിട്ട് എൻ്റെ അമ്മക്ക് വിളിച്ചിട്ടുണ്ട്. അവൻ്റെ പേര്, എൻ്റെ സബ്ജക്റ്റ് ഇപ്പം അതല്ല, ഇതെൻ്റെ പ്രതിഷേധമാണ്. അപ്പം അവൻ്റെ പേര് കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോയിലിടാം. കേട്ടോടാ, എൻ്റെ പേര് ഞാൻ ഇട്ടോളാം. നീ എന്താന്ന് വെച്ചാൽ ചെയ്. നീ എൻ്റെ അമ്മക്ക് വിളിച്ച സ്ഥിതിക്ക് നിൻ്റെ പേരിടാം. നിൻ്റെ പേര് ഞാൻ പറയാതിരുന്നത് എൻ്റെ മര്യാദ. അവൻ ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ രായനായാലും മറ്റ് സ്റ്റാഫായാലും പ്രതിയായാലും HOD ആയാലും ഏതവനായാലും അടി ഇരന്ന് വാങ്ങുന്നു. അടി ഇരന്ന് വാങ്ങുന്നു. എഞ്ചിനീയറിംഗ് കോളേജിലെ ടീം അടി ഇരന്ന് വാങ്ങുന്നു. പിന്നെ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത്, എന്താ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഈ കുളിയിൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ഈ കുളിയിൽ പ്രതിഷേധം, അത് എനിക്ക് തോന്നുന്ന രീതിയിൽ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നല്ലേ പ്രതിഷേധിക്കുന്നത്. നിങ്ങൾ ചാനൽ കാണണ്ട, ഈ ചാനൽ റിപ്പോർട്ട് ചെയ്ത് പൂട്ടിക്കാം എന്ന് കേട്ടു. എനിക്കറിയില്ല. അല്ലെങ്കിൽ ഈ ചാനൽ അൺസബ് ചെയ്യുക. നിങ്ങൾ കാണണ്ട, അത്രയേ ഉള്ളൂ. താല്പര്യമില്ലാത്തവർ ചാനൽ കാണണ്ട. നിങ്ങൾ ചാനൽ കാണണ്ട. നിങ്ങൾ ഈ എനിക്ക് ഈ മെസ്സേജ് ഇത് എൻ്റെ അമ്മേനെ വിളിച്ചവൻ കൃത്യമായിട്ടൊരു വീഡിയോസും കാണുന്നു. എഞ്ചിനീയറിംഗ് കോളേജിൽ ഓരോരാൾ കൃത്യമായിട്ട് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ബ്ലോക്ക് ചെയ്യണം. നിങ്ങൾ കാണരുത്, വീഡിയോ കാണരുത്. എന്തിനാ ഈ രായനും ടീമും എൻ്റെ വീഡിയോ കാണുന്നു? നിങ്ങൾക്ക് എന്താ ഇതിൽ ലാഭം? എന്നെ കാണുന്ന ലക്ഷക്കണക്കിന് മലയാളീസ്, കോടി കഴിഞ്ഞു. അപ്പം എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്ന കോടി മലയാളീസ്. അപ്പം നമ്മൾ രാത്രി അങ്ങ് ഉറങ്ങുമല്ലോ, ഒരു 10:30-11 മണിയാകുമ്പോൾ നമ്മൾ ഉറങ്ങുമല്ലോ. ഉറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ രാവിലെ എണീച്ച് ഇതിപ്പോൾ ഞാൻ ഫോൺ നോക്കിയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വാട്സപ്പിൽ, വിദേശികളത് നമ്മളതും അമേരിക്ക ആയാലും UK ആയാലും ഗൾഫായാലും ടൈം വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ഈ ടൈം വ്യത്യാസത്തിൽ 2-3 മണിക്കൂറിൻ്റെ ടൈം വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ഉറങ്ങുന്നുണ്ട് രാത്രി. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടാകുമ്പോൾ അയ്യോ, പോരാട്ടം തുടരണം, ഇതുപോലെയുള്ള ശല്യം കൊണ്ട് നാട് വിട്ടവരാണ്, ഇതുപോലെയുള്ള ശല്യം കൊണ്ട് ഇതുപോലെയുള്ള ശല്യം കൊണ്ട് കുടുംബം നഷ്ടപ്പെട്ടവർ, ഇതുപോലെയുള്ള ശല്യം കൊണ്ട് സ്വത്ത് നഷ്ടപ്പെട്ടവർ, ഇങ്ങനെ കണ്ണൂരെ ഗുണ്ടായിസം കൊണ്ട് വഴി ചോദിച്ചിട്ട് കൊടുക്കാത്തതിന് എൻ്റെ അനിയനെ വെട്ടി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ തുടരണം, നിങ്ങളെ നേരെ ഒരു പൂഴിയിട്ട് കഴിഞ്ഞാൽ ലോകം പ്രതികരിക്കും, നിങ്ങൾ സധൈര്യം മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് 4 ഭാഗത്തു നിന്നുള്ള മെസ്സേജാണ് വാട്സപ്പിൽ ഫുള്ള്. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഫോൺ ഹാങ് ആവുന്നതുകൊണ്ട് കുറേ ബ്ലോക്ക് അടിച്ച് പോകുന്നുണ്ട്. അത്രയും സഹിക്കാൻ പറ്റാത്ത മെസ്സേജ്. പിന്നെ അത്രയും കുറച്ച് വേണ്ടപ്പെട്ടവർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, വളരെ വേണ്ടപ്പെട്ടവർ ഈ കുളിസീൻ ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിക്കുന്നു. ഈ കുളിസീനിൽ ഉദ്ദേശിക്കുന്ന എന്താണെന്നറിയോ? ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. ഈ കുളിസീൻ ഞാൻ ഈ വെള്ളത്തിൻ്റെ സൗണ്ട് ഇല്ലാണ്ട് അതിൻ്റെ ക്ലാരിറ്റി തരുന്നതാണ്. ഈ കുളിസീനിൻ്റെ ബാക്കിൽ ഉള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, കഥയല്ല, 2.5 മാസം മുന്നേ നടന്നത് ഇല്ലാത്ത നഗ്നത എഴുതി വെച്ചു. അപ്പം എനിക്ക് ഓപ്പണായിട്ട് നിങ്ങളെ മുന്നിൽ നഗ്നത കാണിച്ച് പ്രതിഷേധിക്കാനാവില്ലല്ലോ, ആവില്ല. പിന്നെ കുളിസീൻ, യൂട്യൂബിൽ കുളിസീൻ ഉണ്ട് എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നു. ഈ സംഭവത്തിന് ശേഷമാണ്
കുളിച്ചത്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി എന്നെ സസ്പെൻഡ് ചെയ്ത് ട്രാൻസ്ഫറാക്കി പുറത്തിട്ട് ഒപ്പ് ശേഖരിച്ച് എനിക്കെതിരെ വൃത്തികേട് കെട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഈ രീതിയിൽ പ്രതിഷേധിക്കുന്നത്. അല്ലാണ്ട് എനിക്കിതിൽ നിങ്ങളെ മുന്നിൽ യാതൊന്നും കാണിക്കാനും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ നിങ്ങളെ ആരും എൻ്റെ ചാനൽ കാണാൻ നിർബന്ധിക്കുന്നുമില്ല. നിങ്ങൾ കാണുകയും വേണ്ട, അസ്വസ്ഥതയുള്ളവർ കാണണ്ട. പിന്നെ കുളി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വീട്ടിലുള്ള ഡ്രസ്സ് കുളിക്കും, പോവാൻ ഒരുങ്ങിയിട്ട് ചിലപ്പോൾ കുളിക്കാം. അതൊക്കെ എൻ്റെ ചോയ്സ് അല്ലേ. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ചിലപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കുളിക്കും. അതൊക്കെ എൻ്റെ ചോയ്സാണ്, അത് എൻ്റെ പ്രതിഷേധ രീതിയാണ്. ഞാൻ പൊതുമുതൽ നശിപ്പിക്കുന്നില്ലല്ലോ, ഞാൻ പൊതുമുതൽ നശിപ്പിക്കുന്നില്ല. പിന്നെ എനിക്ക് വന്നൊരു കണ്ണൂർ ജില്ലയിൽ എനിക്ക് വന്നൊരു അതിഭീകരമായൊരു മെസ്സേജ് ഉണ്ട് എൻ്റെ വാട്സപ്പിൽ വന്നത്. ശരിക്കും ആ ആളെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ ഞാൻ ആരുമല്ല, അതും ഒരു പുരുഷൻ, അത് വിചാരിക്കുമ്പോൾ ഞാൻ ആരുമല്ല, ഈ സമൂഹത്തിൽ ഞാൻ ആരുമല്ല. അത്രയും ഭീകരത നേരിട്ടവരെ മെസ്സേജസ് വരുന്ന ഫോണിലേക്ക്. എങ്ങനെ ഞാൻ എൻ്റെ പ്രതിഷേധം നിർത്തും? ഇതിപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള പ്രതിഷേധമല്ല, അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടായി. സത്യത്തിൽ ഞെട്ടുന്നു. ഒരുപാട് പാരൻസ് വിളിക്കുന്നു. എൻജിനീയറിംഗ് കോളേജിൽ നിന്ന് കുട്ടികളെ ഒരു കുട്ടീൻ്റെ അച്ഛൻ വിളിച്ചു, എന്താണ് വിഷയം എന്ന് ചോദിച്ചിട്ട് വിളിച്ചു. അപ്പോൾ കുറേ ആൾക്കാർക്ക് സത്യം മനസ്സിലായിട്ടുണ്ട്. രായോ, കുറേ ആൾക്കാർക്ക് നിൻ്റെ ഗുണ്ടായിസം മനസ്സിലായിട്ടുണ്ട്. അത് ലോക മലയാളിസിന് നീ കണ്ണൂരിനെ ലോക ഭൂപടത്തിലേക്ക് എത്തിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ പൈപ്പ് ഓണാക്കാൻ മറന്നു, എൻ്റെ പ്രതിഷേധം കുളിച്ചിട്ടല്ലേ. അപ്പോൾ ഈ ഒരാൾ പറഞ്ഞെന്ന സംഭവം കേൾക്കണോ? അതായത് ഒരു നേതാവ് ഒരു സ്ത്രീൻ്റെ അടുത്ത് പോയി, പല പ്രാവശ്യം പോയി. അപ്പോൾ ഇത് ഭർത്താവ് കണ്ട് പിടിക്കപ്പെട്ടു. അപ്പം ആ നേതാവിനോട് മത്സരിക്കാൻ പറ്റാത്ത ആളായിരുന്നു ഈ സ്ത്രീൻ്റെ അടുത്ത് പോയത്. അവരൊരു ആവശ്യത്തിനായിരുന്നു ഈ നേതാവിൻ്റെ അടുത്ത് പോയത്, ഒരു പരാതിയായിട്ട്. അപ്പം ആ പരാതിയായിട്ട് പോയ സ്ത്രീനെ ഇയാൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. അപ്പം ഇതറിഞ്ഞ ഭർത്താവ് പ്രതികരിച്ചല്ലോ, സ്വാഭാവികമായിട്ട് പ്രതികരിക്കുമല്ലോ. ആ പ്രതികരിച്ച ഭർത്താവോട് പറഞ്ഞ പോലും, ഇനി മേലാൽ നീ ഈ വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ കാല് വെട്ടുന്നു. അപ്പം അയാൾക്ക് ഭാര്യയും മക്കളും നഷ്ടപ്പെട്ടു. പ്രതികരിച്ച ആളെ ഭാര്യയും മക്കളും അയാൾക്ക് നഷ്ടപ്പെട്ടു. നടന്ന സംഭവം. എങ്ങനെ ഈ ലോകത്ത് ജീവിക്കും? പ്രതികരിച്ചവരെ വെട്ടുന്ന, കത്തിക്കുന്ന, നിശേഷം ഇല്ലാണ്ടാക്കുന്ന ഈ ലോകത്തെങ്ങനെ നമ്മൾ ജീവിക്കും? അതിലൊരു ഇരയാണ് ഞാൻ. എന്തിന് കുളിക്കുന്നതെന്ന് ചോദിക്കുന്നവരോടുള്ള ഉത്തരാണ് ഇരയാണ് ഞാനല്ല പലരും.
ഈ ഇരകളില്ലേ, ഈ ഇത്രയും ഇരകളില്ലേ ഈ നാട്ടിൽ, നമ്മൾ എങ്ങനെ ജീവിക്കുന്നു പറ. ഇത്രയും ഇരകളുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കും ഇത് നിർത്തണം 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 എന്ന്. ഇനിയിപ്പോൾ എൻ്റെ കോളേജിനെ കുറിച്ചിട്ടുള്ള ടോക്കും നിർത്താൻ പറ്റൂല. കാരണം ഒരു തെണ്ടി വന്നിട്ട് അമ്മക്ക് വിളിച്ചിട്ടുണ്ട്. ഈ അമ്മക്ക് വിളിച്ചവൻ്റെ പേര് പറയണം നിർബന്ധമായിട്ട്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അമ്മക്ക് വിളിച്ചവൻ്റെ ഇത് പറയാണ്ടിരിക്കാൻ പറ്റൂല. ഏത് അമ്മക്ക് വിളിച്ചവൻ്റെ ചരിത്രം പറയണ്ടേ? അവൻ്റെ ലേശൊരു ക്ലൂ തന്നെ അതിൻ്റെ മേലെയാണ് ഇവൻ എന്നെ അമ്മക്ക് വിളിച്ചത് എൻ്റെ. അപ്പോൾ ഇവൻ്റെ അമ്മക്കും അച്ഛനൊക്കെ വിളിച്ചിട്ട് ഇവൻ ചെയ്ത പ്രവൃത്തിയും പേരും പറഞ്ഞിട്ട് ഉച്ചക്ക് വീഡിയോ ഇടും. ഞാനിനി നിങ്ങളോടൊരു കാര്യം പറയാം. എനിക്ക് എൻജിനീയറിങ് കോളേജിൻ്റെ യാതൊന്നും എനിക്ക് പ്രശ്നമല്ല. അവിടുത്തെ പല കാര്യവും ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും. എനിക്ക് എൻജിനീയറിങ് കോളേജിൻ്റെ മാനം ഞാനല്ല കളയുന്നത്. അവിടെ ഇല്ലേ എൻജിനീയറിങ് കോളേജ് ഭരിക്കുന്നവരാണ് അതിൻ്റെ മാനം കളയുന്നത്, ഞാനല്ല. പിന്നെ ഞാൻ പല പ്രാവശ്യം നിങ്ങളെ വെല്ലുവിളിച്ചു. എൻ്റെ പ്രതിഷേധം വ്യക്തമായ എവിഡൻസും വ്യക്തമായ കാരണത്തോടും കൂടിയാണ്. അപ്പോൾ എൻ്റെ പ്രതിഷേധം പോട്ടെ, ഈ കണ്ണൂർ ജില്ലയിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്തുണ്ടായ സംഭവമാണ്. ഭാര്യേൻ്റെ അടുത്ത് അവിഹിതമായിട്ട് പോകുന്ന നേതാവിനെ ചോദ്യം ചെയ്തപ്പോൾ ആ ചോദ്യം ചെയ്ത ഭർത്താവിന് ഭാര്യനെയും മക്കളെയും നഷ്ടപ്പെട്ടു. ഇതിവിടെ നടന്നത്. അതേപോലെ ഒരുപാട്. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക് എന്നോട് പ്രതിഷേധം നിർത്താൻ പാടില്ല, ഞങ്ങളെല്ലാം പ്രതീകമാണ്, നിങ്ങൾ സൗകര്യമുള്ള രീതിയിൽ പ്രതിഷേധിക്കണം. കുളിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, റോഡിൽ കിടന്നിട്ടാണെങ്കിൽ അങ്ങനെ, അല്ല വേറെ ഏതെങ്കിലും രീതിയിലാണെങ്കിൽ അങ്ങനെ. നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. നിങ്ങൾ മണ്ണെണ്ണ ഒഴിച്ചിട്ടോ ആസിഡ് ഒഴിച്ചിട്ടോ ഒന്നും ചെയ്യരുത്. പറ്റിയിട്ടുണ്ടെങ്കിൽ അവരാണെന്ന് ഉത്തരവാദി ലോകത്തിന് മനസ്സിലായി. നിങ്ങൾക്ക് എന്ത് പറ്റിയാലും നിങ്ങളെ മേലധികാരിയും കോളേജിൽ ഭരിക്കുന്ന ടീമുമാണ് ഉത്തരവാദി എന്ന് ലോകം മനസ്സിലാക്കി. പിന്നെ ഈ സത്യസന്ധത മനസ്സിലാക്കാണ്ട് ഈ തെമ്മാടികളെ കൂടെ ഒപ്പ് ശേഖരിക്കുന്നവരും നടക്കുന്നവരും എല്ലാം പ്രതികളാണ്. ഒരുപാട് വിവരമില്ല, ലോക വിവരമില്ല, കോളേജ് പഠിച്ചവർ തന്നെ എന്നെ ഈ കാര്യം അറിയിക്കുന്നുണ്ട്. ഈ കോളേജിൽ നിന്ന് പോയവർ ചെയ്തത് തെറ്റാണ്, അവർ ചെയ്തത് തെറ്റാണ്, ഇനിയെങ്കിലും അതവർ തിരുത്തണം. ഒരു സ്ത്രീൻ്റെ നേരെ അശ്ലീലം പറഞ്ഞിട്ടോ കിടക്കാൻ ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഇത് കോംപ്രമൈസ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ വേറെ എന്തെങ്കിലും ആവശ്യപ്പെടുന്നതല്ല നീതി. നിങ്ങളെ അവർ വിളിച്ചിട്ട് സംസാരിക്കേണ്ടതാണ്. നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇത്രയും തെമ്മാടിത്തരം ചെയ്തത് അവരെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണെന്ന് പബ്ലിക്കിന് മനസ്സിലായി. ഞാനിപ്പോൾ എൻ്റെ കുളി 10-ാം ദിവസമാണ്. ഞാൻ ഈ കുളിച്ചത് കാരണം ഇത് കുറേ കാര്യം പബ്ലിക്കിന് മനസ്സിലായി. അതാ ഇതിലില്ല എനിക്കില്ല നേട്ടെന്നറിയാം. ഞാൻ ഈ രായൻ്റെ അടുത്തൊന്നോ ടീമിൻ്റെ അടുത്തൊന്നോ നീതി പ്രതീക്ഷിക്കുന്നില്ല. ഇവരെ ലക്ഷ്യൻ്റെ ജോലി കളയലാന്ന്. ഈ രായം പറയുമ്പോൾ എല്ലാറ്റിലും കുത്തിയൊരു ഫ്രോഡ് മേലിരിക്കുന്നുണ്ടല്ലോ, ഷാനിജ്. ഈ ഷാനിജിനൊന്നും മനസ്സിലായിട്ടില്ല. ഇവനെല്ലാം പെൻഷൻ വാങ്ങാൻ പോകുന്നതാണ്. ഇവനൊന്നും ഒരു പുല്ലും രായനെ മനസ്സിലായിട്ടില്ല. ഇവരേതോ ഒരു റൂമിൽ താമസിക്കുകയോ ഒന്നിച്ച് പഠിക്കുകയോ ചെയ്ത ബന്ധത്തിൻ്റെ മേലെയൊന്നും കുത്തുന്നു. ഒന്നിച്ച് പഠിച്ച ബന്ധം കാണിക്കാനുള്ളതാണോ സർക്കാർ സംവിധാനം? രാഷ്ട്രീയ ഗുണ്ടായിസം കാണിക്കാനുള്ളതാണോ രാഷ്ട്രീയ സംവിധാനം? ഒരു സ്ത്രീക്ക് നഗ്നത എഴുതി വെച്ചവനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണോ സർക്കാർ സംവിധാനം? വലിയ ഉത്തരം പറയേണ്ടി വരും. ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളെ മുന്നിൽ ഞാൻ പരസ്യമായിട്ട് നിരത്തുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ രായനെതിരെയും ഒപ്പിട്ടവർക്കെതിരെയും എന്നെ തെമ്മാടിത്തരം കാണിച്ച് പുറത്താക്കിയവർക്കെതിരെയും ഒപ്പിട്ട ഷാനിജിനെതിരെയും വലിയ വില കൊടുക്കേണ്ട ചോദ്യങ്ങൾ വരും. ഇപ്പോൾ വലിയ വില കൊടുക്കും നിങ്ങൾ. ചെറിയ വിലയായിരിക്കൂല, വലിയ വില കൊടുക്കുന്ന ചോദ്യങ്ങളുമായിട്ട് ശ്രീലത വരുന്നുണ്ട്. നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഞാൻ പേടിച്ച് പിന്മാറിയുന്നു? വെള്ളമൊഴിച്ചില്ലെങ്കിൽ അസുഖം വരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിച്ചത്? ഞാനിപ്പോൾ ഈ 10-ാം ദിവസം കുളിച്ചിട്ട് എനിക്കുണ്ടായ നേട്ടം എന്തെന്ന് ചോദിക്കുക.
ലോകരാജ്യങ്ങളിലെ മലയാളീസ് അറിഞ്ഞു, വിദേശികളും ലോകത്തുള്ളവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ 10-ാം ദിവസം പ്രതിഷേധിച്ചപ്പോൾ 10,000 ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ദയവ് ചെയ്തിട്ട് ഈ ദ്രോഹിച്ച ഒരുത്തനും എൻ്റെ യൂട്യൂബ് ചാനൽ കാണരുത്. നിങ്ങൾ പൂട്ടിക്കെന്ന് പറഞ്ഞിട്ട് 1 മാസമായി. കാരണം എൻ്റെ പ്രതിഷേധം ലോകം അറിയുന്നുണ്ട്. ഇത് പൂട്ടിക്കുമ്പല്ലേ എൻ്റെ പ്രതിഷേധം ഭയങ്കരമായിട്ട് പുറത്തേക്ക് ഇറങ്ങുക. ഇതിപ്പോൾ സമാധാനപരമായിട്ട് വീട്ടിൽ നിന്നാണ്. ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇത് ലോകം അറിയും, പുറത്തേക്ക് ഇറങ്ങും. ജീപ്പും ഒരു മൈക്കും വാടകയ്ക്ക് എടുക്കണം. അതിനൊക്കെ ഒരുപാട് ഓഫർ, ഒരുപാട് ഓഫർ, ലോക മലയാളീസിൻ്റെ ഓഫർ. നിങ്ങളൊരു മൈക്കും ജീപ്പും എടുക്കപ്പോൾ ജസ്റ്റ് നിങ്ങൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തുടങ്ങ്. നിങ്ങളൊരു മൈക്ക് എടുക്ക്, നിങ്ങളൊരു ജീപ്പ് എടുക്ക്. നിങ്ങൾ ഇത്ര ചെസ്റ്റ് ഇൻഫെക്ഷനും തോട്ട് ഇൻഫെക്ഷനും തലയിൽ ഇങ്ങനെ വെള്ളം കുടിപ്പിച്ച് പ്രതിഷേധിച്ചത് മതി. ഇനി നിങ്ങൾ പരസ്യമായിട്ട് ഇറങ്ങ്, നിങ്ങൾ പബ്ലിക്കിലേക്ക് ഇറങ്ങ്. എല്ലാവരും പറയുന്നത് അതാണ്. ഇന്ന് 10-ാമത്തെ ദിവസം കുളിക്കുന്നത്. അപ്പം എല്ലാവരും പറയുന്നത് നിങ്ങൾ ദയവ് ചെയ്തിട്ട് കണ്ണൂരെ ഗുണ്ടായിസം വിളിച്ച് പറയാൻ പുറത്തേക്ക് ഇറങ്ങ്. നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ മറ്റ് ലേഡീസ് നിങ്ങളുടെ കൂടെ കൂടും. നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഒറ്റക്ക് കുളിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഇറങ്ങ്, നിങ്ങൾ ഇറങ്ങ്, നിങ്ങൾ ഇറങ്ങുന്ന് പറയുന്നു. അപ്പോൾ ചില ആൾ പറയുന്നത് എല്ലാറ്റിനും ഒരു അവസരമുണ്ട്, എല്ലാവർക്കും ഒരു അവസരമുണ്ട്. അതും നിങ്ങൾ ചെയ്യണം. നിങ്ങൾ പെട്ടെന്ന് ചാടി കയറി പരസ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങല്ല. ഈ രീതിയിൽ നോക്കിയിട്ട് ബാക്കി ചെയ്യേ. ഇങ്ങനെ പല തരത്തിലുള്ള ഉപദേശം കൊണ്ട് ശരിക്ക് പിന്നെ എങ്ങനെ പോകണമെന്നില്ല കൺഫ്യൂഷനിലുള്ളത്. എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത്, ഏത് രീതിയിൽ, അതായത് പിറകോട്ടില്ല, പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു രീതി ഏത് തരത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം മുഴുവൻ ആളും പറയുന്നത് നിങ്ങൾ പല ദിവസവും സമയമൊക്കെ എടുത്ത് പതുക്കെ റെസ്റ്റ് ചെയ്തിട്ട് തന്നെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര നടത്ത്. ഒറ്റക്കെങ്കിലും ഒറ്റക്ക് ഒരു ജീപ്പ് എടുക്കുന്നതിന് കുഴപ്പമില്ല. 14 ജില്ലയും കവർ ചെയ്തുകൊണ്ട് പോവാം. വേറെ നിങ്ങളൊന്നും ചെയ്യണ്ട. കാസർഗോഡ് ടൗണിൽ നിന്ന് സംസാരിക്കുക, അത് കഴിഞ്ഞിട്ട് കണ്ണൂർ ടൗണിൽ നിന്ന് സംസാരിക്കുക, അത് കഴിഞ്ഞിട്ട് അടുത്ത ടൗണിൽ നിന്ന് ജില്ലയിൽ മാത്രം കയറിയാൽ മതി. കാര്യങ്ങൾ സംസാരിക്കുക ഒരു 10 മിനിറ്റ്. ഇത്രയും നിങ്ങൾ ചെയ്യണ്ടു. ലോകം അറിയും. ഇപ്പം തന്നെ ലോകം അറിഞ്ഞു. നിങ്ങൾ ഈ കാര്യം പബ്ലിക്കിലേക്ക് അറിയിക്കാൻ നിങ്ങളിങ്ങനെ അസുഖം വരുന്ന വിധത്തിൽ വെള്ളമൊഴിക്കാതെ നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങുക. നിങ്ങൾ ദയവ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ മെസ്സേജ് അയച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ തണുപ്പ് വീഴുന്നത് കൊണ്ടും അസുഖം വീഴുന്നത് കൊണ്ടൊക്കെ സംസാരിക്കാനുള്ള ഒരു സൗണ്ട് ക്ലിയർ ആവണേ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ. പിന്നെ 10-ാം ദിവസമാണ് ഈ അരമണിക്കൂറോളം തണുപ്പ് കൊള്ളുന്നത്. അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങളും കൂടി എന്നോട് അഭിപ്രായം പറഞ്ഞു. അത് മാനിച്ചിട്ട് ഞാൻ ബാക്കി നടപടി ചെയ്തോളാം. കുളി നിർത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങണോ, ഏത് തരത്തിൽ മുന്നോട്ട് പോകണമെന്ന് നിങ്ങളും കൂടി വിലയേറിയ അഭിപ്രായം ഞാൻ മാനിക്കുന്നു. കാരണം എന്നോട് ഒരുപാട് ആൾ അഭിപ്രായം പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ചിട്ട് ഞാൻ ചെയ്തോളാം. ഞാൻ വൈകുന്നേരത്തെ ഷീല് ഒരുപാട് എൻജിനീയറിംഗ് കോളേജിൽ ഗുണ്ടായിസം പറയുന്നുണ്ട്. വൈകുന്നേരത്തെ ഷീല്. പിന്നെ ഉച്ചക്കത്തെ വീഡിയോയിൽ ഒരുപാട് തെമ്മാടിത്തരം പറയുന്നുണ്ട്. മറ്റുള്ളവരെ തെമ്മാടിത്തരങ്ങൾ, എനിക്കുണ്ടായ അനുഭവങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ പുറത്തേക്ക് പോയി അതൊക്കെ നടക്കുമെന്നറിയില്ല. കുഴപ്പമില്ല, അതും ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ കുളി ഇത് മാറ്റിക്കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. കാരണം ജീപ്പിൽ നിന്നും ടൗണിൽ നിന്നൊന്നും കുളിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ എനിക്കാരും വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത് എനിക്കിഷ്ടം, പ്രതിഷേധിക്കുന്നത്. എനിക്കാരും വേണ്ട. ഞാൻ ആരെ സഹായത്താലും ഇത് നേരിടാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ നമ്മൾ അവർക്ക് കടന്നു കൊടുക്കേണ്ടി വരും. അത് വേണ്ട.
അതായത് ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി പോയിട്ട് പിന്നെ പ്രതിപക്ഷത്തോടോ മറ്റ് പാർട്ടിക്കാരോടോ പോയിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ പറയും നമുക്ക് വേണ്ട പോലെ ചെയ്യുക ഇന്നിന്ന പോലെയാണെന്ന്. കാരണം നമ്മളെ പാരമ്പര്യം അതാണല്ലോ. അതുകൊണ്ട് ഞാൻ മറ്റൊരു ബാർഗൈനിങ് ലേഡി ആവാനോ വേറൊരു ബാർഗൈനിങ് ലേഡി ആവാനോ അല്ലെങ്കിൽ പിന്നെ മറ്റൊരാൾ അണ്ടറിൽ ഹെൽപ്പ് ചോദിച്ചിട്ട് പോകുന്ന ഒരു ലേഡി ആവാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ നാളെ മാധ്യമങ്ങളെ മുന്നിൽ ഒരു ബാർഗൈനിങ് ലേഡി ആവാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ആരെ വെച്ചിട്ടായാലും ബാർഗൈനിങ് ലേഡി ആവാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. ഞാൻ ആരോടും വിലപേശാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ആർക്കും കടന്നു കൊടുക്കാനും ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ആദ്യം ചെയ്തിട്ട് പിന്നെ വിലപേശിയിട്ട് കാര്യമില്ല. അപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരുടെ അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇനി ഒന്നും അല്ലാത്ത പതിവ്രതൻ്റെ അടുത്തോ ഒരു സാധാരണ ആളെടുത്ത് പോയിട്ട് കാര്യമില്ല. അഥവാ എൻ്റെ കൂടെ കൂട്ടുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രയാസം അനുഭവിക്കുന്ന പോലെയുള്ള ലേഡീസിനെ കൂട്ടൂ. ഞാൻ ആരെ കൂടിയോ ആദ്യം പോയിട്ട് കിടന്ന് കാര്യം നേടിയിട്ട് പിന്നെ ഒരു ബാർഗൈനിങ് ലേഡി ആവാൻ ഉദ്ദേശിക്കുന്നില്ല. അതെൻ്റെ ബൈലോയിലില്ല. അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ കാര്യം നേടാൻ വേണ്ടി പോയി കിടന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഒരു പാർട്ടിക്കാരെയും ഒരു പാർട്ടീൻ്റെ പിന്തുണയൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഇവർ നമ്മളോട് പറയും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക, വാ എൻ്റെ കൂടെ വാ എൻ്റെ കൂടെ വാന്ന്. എന്നിട്ട് നമ്മൾ ഈ കാര്യമാവുമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഇവരെ വെച്ച് ബാർഗെയിൻ ചെയ്തിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് പോയിട്ട് പിന്നെ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ പിന്നെ ഊച്ചാളി മാധ്യമങ്ങളെ മുന്നിൽ വന്നിരുന്നിട്ട് പിന്നെ പ്രസംഗിച്ചിട്ടും അവർക്ക് വിഷയം ഇട്ട് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പോരാടുന്നത് ഒറ്റക്ക് പോരാടാം. നമ്മൾ ഭൂമിയിലേക്ക് വന്നത് ഒറ്റക്ക്, തിരിച്ചു പോകുന്നത് ഒറ്റക്ക്. ഒരുത്തൻ്റെ ഔദാര്യത്തിൽ ജീവിക്കാന്നുള്ള ഗ്യാരണ്ടിയിലല്ല വന്നത്. ഭർത്താവിൻ്റെതോ മക്കളതോ നാട്ടുകാരതോ കൂടെ ജോലി ചെയ്യുന്നവരോ ഇവരൊന്നും ഔദാര്യത്തിൽ ജീവിക്കാൻ ഉദ്ദേശിച്ചിട്ടല്ലല്ലോ നമ്മൾ പുറത്തേക്ക് വരുന്നത്. ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നത്. എന്നെ പുറത്തേക്ക് ഇട്ടത് എൻജിനീയറിംഗ് കോളേജിൽ ശമ്പളം വാങ്ങാനോ രായൻ്റെ അടിമപ്പണി എടുക്കാനോ മറ്റ് ജീവനക്കാരെ അടിമപ്പണി എടുക്കാനോ എൻജോയ് യൂണിയൻ്റെ അടിമപ്പണി എടുക്കാനോ KGOൻ്റെ സഖാക്കൊക്കെ കടന്നു കൊടുക്കാനോ ഒന്നും ഗ്യാരണ്ടി തന്നിട്ടല്ല എന്നെ പുറത്തേക്ക് എൻ്റെ അമ്മ പുറത്തേക്ക് വിട്ടത്. ഏത് ജോലിയും ചെയ്തിട്ട് ജീവിക്കാം, ഏത് ജോലിയും ചെയ്തിട്ട് നമുക്ക് ജീവിക്കാം, ഒരു കുഴപ്പമില്ല. തലയിൽ വെള്ളം വറ്റും തോറും പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ആരെങ്കിലും സഹായം ആവശ്യപ്പെട്ടിട്ട് കിടന്നു കൊടുത്ത് ബാർഗൈനിങ്ങിന് ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ പോരാട്ടം ഒറ്റക്ക് തന്നെയായിരിക്കും. രാത്രി ആയാലും പകലായാലും ജീപ്പിലായാലും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കായാലും ഒറ്റക്ക്. കേൾക്കാൻ ആർക്കും വരാം, എന്നെ കേൾക്കാൻ ശത്രുക്കൾക്കും വരാം, പാർട്ടിക്കാർക്കും വരാം, സാധാരണ ജനങ്ങൾക്കും വരാം. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്നെ കേൾക്കാൻ വരാം. പിന്നെ ഞാൻ സംസ്ഥാനത്തെ പോലീസ് മേധാവികൾക്ക് മെയിലയക്കും. ഞാനിങ്ങനെ എൻ്റെ വിഷയമായിട്ട് ഇങ്ങനെ 14 ജില്ലയും കവർ ചെയ്യുന്നുണ്ടെന്നൊരു മെയിലയക്കും പോലീസ് മേധാവിക്ക്. മറ്റാരടുത്തും ഞാൻ എരവിന് പോവില്ല. അത് കഴിഞ്ഞിട്ടൊരു ബാർഗൈനിങ്ങും ഉണ്ടാവില്ല. അതിനെന്നെ കിട്ടൂല. പിന്നെ ലേഡീസിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടാം, അതിലെനിക്ക് കുഴപ്പമില്ല. ഒരൊറ്റ പുരുഷൻ, ഒരൊറ്റ ഒരുത്തൻ എൻ്റെ കൂടെ ഈ സമരത്തിൽ വേണ്ട. ഒരു പാർട്ടിക്കാരും വേണ്ട, ഒരു നേതാക്കന്മാരും വേണ്ട, ഒരു സംഘടനാ നേതാക്കളും വേണ്ട, ഒന്നും വേണ്ട. 10 അടി ദൂരം നിന്നിട്ട് നിങ്ങൾ എന്നെ കേൾക്കാം. മറ്റൊരു ഇടപാടിനും ഞാനില്ല. എന്നെ ആര് കോടികൾ തന്നിട്ട് വിളിച്ചാലും ഞാനില്ല. ഒരു ഓഫറും എനിക്ക് നിങ്ങളത് വേണ്ട. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എനിക്കെതിരെ നേരിട്ട അപമാനിച്ചവനെ കൂട്ടുനിന്നവർ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. എനിക്ക് വേറെ ഒരു ബാർഗൈനിങ്ങോ ഒരു സാമ്പത്തികമോ ഒരു പ്രശസ്തിയോ ഒരു പബ്ലിസിറ്റിയോ ഒന്നും ഈ സമരത്തിലില്ല. അപ്പോൾ ഈ കുളി ചിലപ്പോൾ ആയിട്ടില്ല, തീരുമാനിക്കും. ഈ കുളി നിർത്തിയിട്ട് ചിലപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങും. കുളി നിർത്തിയിട്ട് പ്രതിഷേധം കേരളത്തിലെ പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് വെക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ പബ്ലിക്കിൻ്റെ മുന്നിലേക്ക്
ഇത് വെക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സാധാരണക്കാർ കേൾക്കും. മൊബൈലില്ലാത്തവരുണ്ട്, യൂട്യൂബ് ഇല്ലാത്തവരുണ്ട്, ഇതൊന്നും കാണാനും കേൾക്കാനും സമയമില്ലാത്തവരുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് വരുന്ന വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും റേഷൻ കടയിൽ പോയിട്ട് വരുന്ന വഴിയോ ഒക്കെ സാധാരണക്കാരറിയട്ടെ ഇതെന്താണ് സംഭവമെന്ന്. ഒരു ഊച്ചാളി മാധ്യമങ്ങളും ഞാൻ ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ കൂടെ വരാനോ എന്നോട് കാര്യം ചോദിക്കാനോ വരരുത്. ഒരു ഊച്ചാളികളും വരരുത്. ഞാൻ സംസാരിക്കൂല. ഒരു രാഷ്ട്രീയക്കാരും എൻ്റെ അടുത്ത് വരരുത്. ഞാൻ സംസാരിക്കൂല. ഒരു രാഷ്ട്രീയക്കാർ വന്നാലും ഒരു ഊച്ചാളി മാധ്യമം വന്നാലും ഞാൻ സംസാരിക്കൂല. പിന്നെ തുക്കട യൂട്യൂബുകാർ എന്നെ വിട്ടും തോന്നുന്നുണ്ട്, അറിയില്ല. ഏറ്റെടുത്താലും കുഴപ്പമില്ല, വിട്ടാലും കുഴപ്പമില്ല. ഒന്നുമില്ല. ഇവരെല്ലാം താൽക്കാലികമായിട്ട് പച്ചേരി വാങ്ങി എന്തോ $1-2 കിട്ടിക്കാണും. വേറെ ഇല്ല, ഇവർക്ക് ഒരു ബെനിഫിറ്റും ഇല്ല. ലക്ഷങ്ങളൊന്നും കിട്ടൂല എൻ്റെ വീഡിയോ കൊണ്ട്. ഇവർക്ക് കാര്യമൊന്നുമില്ല. മാന്യമായിട്ട് പറഞ്ഞവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു. അവർക്ക് ഞാൻ വീണ്ടും അഭിമുഖം കൊടുക്കും. 2-3 ആൾക്കാർ മാന്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അവർക്ക് ഞാൻ എൻ്റെ യാത്രയിലും അഭിമുഖം കൊടുക്കും. ഞാൻ യാത്രയിലേക്ക് തന്നെയാണ്. ബാർഗെയിനിങ് ഇല്ലാത്ത, കിടന്നു കൊടുക്കാത്ത, ഒരാൾക്ക് അടിമപ്പെടാത്ത, ഒരു രാഷ്ട്രീയക്കാരടുത്തും പോയി കാല് പിടിക്കാത്ത, കെഞ്ചാത്ത പോരാട്ടത്തിന് തന്നെയാണ് ഇത്. ഈ വീട്ടിൻ്റെ, ഈ പറമ്പിൻ്റെ, എൻ്റെ ഈ 4 മതിലുകൾക്കുള്ളിന്ന് ഇതെത്രയും പെട്ടെന്ന് പുറത്തേക്ക് പോകും. നിങ്ങൾ വെയിറ്റ് ചെയ്തോ. അപ്പോൾ ഇത് എൻ്റെ ഈ ശക്തമായ ഈ ഒരു പോരാട്ടം ഞാൻ എന്നിലാണ് വിശ്വസിക്കുന്നത്. മറ്റൊരാളെ അഭിപ്രായത്തിലല്ല ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ശക്തമായ ഈ ഒരു പോരാട്ടം പിന്നെ മിക്കവാറും പുറത്തേക്ക് പോവും. അതിന് ലോകത്തൊരാളെ ഇതും വേണ്ട, സപ്പോർട്ടും വേണ്ട. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നു. ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്തിട്ട് മറ്റുള്ളവരെ സഹായം തേടിയിട്ട് പിന്നെ ബാർഗെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോരാടാൻ തീരുമാനിച്ചിരിക്കുന്നത്. എത്രയും അടുത്ത ദിവസത്തിൽ തന്നെ ഞാനിത് ഈ സംഭവം പുറത്തേക്ക് കേരളത്തിൻ്റെ മുന്നിലേക്ക്, ഇപ്പോഴേ കേരളത്തിൻ്റെ ലോക ജനങ്ങളെ മുന്നിൽ വെച്ചു, ലോക മലയാളീസിൻ്റെ മുന്നിൽ വെച്ചു, എല്ലായിടത്തും വെച്ചു. ഇനി സംസാരിച്ചും കൊണ്ട് പുറത്തേക്ക് പോവാം. യൂട്യൂബ് വഴി തന്നെ ഒന്നും ആവണമെന്നൊന്നുമില്ലല്ലോ. മൈക്ക് പോരെ, ജീപ്പ് പോരെ. പിന്നെ ആരെയും ശല്യം ചെയ്തിട്ടോ ആരെയും പ്രലോഭിപ്പിക്കാനോ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ നേരിട്ട് അനുഭവിച്ച കാര്യങ്ങളും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കണ്ണൂർ ലോബീൻ്റെ കാര്യം, പ്രതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് എന്നെ ദ്രോഹിക്കുന്ന കണ്ണൂർ ലോബീൻ്റെ കാര്യം വിളിച്ച് പറയാൻ പുറത്തേക്ക് ഇറങ്ങുന്നു. വേറെ ഒരു പ്രലോഭനോ മറ്റുള്ളവരെ ദ്രോഹിക്കാനോ ആരും വെല്ലുവിളിക്കാനോ ശല്യം ചെയ്യാനോ ഒന്നും ഞാനില്ല. എൻ്റെ കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞും കൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങും. അതുകൊണ്ട് ആ ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തോ. ഒരാളെ സഹായവും ആവശ്യമില്ല. ഈ ഭൂമിയിൽ ആരെ സഹായം ആവശ്യമില്ല. ഒരു നല്ല ഡ്രൈവറും, ഒരു വണ്ടി, ഒരു മൈക്കും. തീർന്നു. ഒരാളാവശ്യമില്ല. അപ്പോൾ ഉച്ചക്കത്തെ വീഡിയോയിൽ എന്നെ തെറി വിളിച്ചവൻ്റെ പേരുമായിട്ട് കാണാം. തെറി വിളിച്ചത് ഇതിൽ അവൻ്റെ പേര് എഞ്ചിനീയറിംഗ് കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫാണ്. അവൻ്റെ പേര് ഉച്ചക്ക് പറയാം. അപ്പം പ്രതിഷേധത്തിൻ്റെ വേർഷൻ്റെ അഭിപ്രായം നിങ്ങളൊന്ന് പറയണേ, ഏത് രീതിയിൽ പോകണമെന്ന്. അതനുസരിച്ച് ഞാൻ ചെയ്യും. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയണം, അതനുസരിച്ച് ഞാൻ ചെയ്യും. ഓക്കെ, ഉച്ചക്കത്തെ വീഡിയോയിൽ കാണാം. വൈകുന്നേരം എഞ്ചിനീയറിംഗ് കോളേജിലെ ഗുണ്ടായിസം പറയുന്ന വീഡിയോയിലും കാണാം.